ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് ഒരു എൻട്രി ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. ഈ ഒരു റേഞ്ചിൽ ജസ്റ്റ് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ എൻട്രി ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ടാപ്പ് ഇപ്പോൾ എടുത്ത് കറക്റ്റ് ടൈം 10:18 19 അങ്ങനെയാണ് 10:18 എൻട്രി എടുത്തത്. SL 6 പോയിൻറ്റും ടാർഗറ്റ് 30 പോയിൻറ്റ് സാധാരണ വെക്കുന്ന പോലെ തന്നെ ടാർഗറ്റ് ഏകദേശം ഈ റേഞ്ചിലാണ്. ഈ റേഞ്ച് വെച്ചാൽ ഒന്നെങ്കിൽ ഇവിടെ അടിക്കണം അല്ലെങ്കിൽ 30 പോയിൻറ്റ്. അതിൽ ഏതാണ് ഫസ്റ്റ് അടിക്കുന്നത് അപ്പോൾ എക്സൈഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ വെക്കാൻ കാരണം ഇവിടെ ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ടാർഗറ്റ് വെച്ചത്. അപ്പോൾ അധികം ഒന്ന് അടിക്കട്ടെ. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൽ മറ്റേ പ്രീമിയത്തിൻ്റെ ആട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എൻട്രി വന്നത്. 148.8 എൻട്രി. ടാർഗറ്റ് 178.8, കറക്റ്റ് 30 പോയിൻറ്റിൽ ഫ്ലട്ടറിൽ പോയി കഴിഞ്ഞ ഡീറ്റെയിൽസൊക്കെ കാണാം. എടുത്തിട്ട് കുറച്ച് സമയമായി, 10:18 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതാണ് ഇങ്ങനെ കളിക്കുന്നത്. ഇപ്പം ഞാൻ ഫോണിൻ്റെ നെറ്റ് വെച്ചിട്ട് ചെയ്യണത്, വൈഫൈക്ക് എന്തോ പ്രശ്നം. ഓക്കെ, അവിടെ കാണാം 148.8 എൻട്രി, 178.8 ടാർഗറ്റ്, കറക്റ്റ് 30 പോയിൻറ്റ്. SL ഓർഡറും കറക്റ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ ഫോണിൽ നോക്കിയാണ് ജസ്റ്റ് ഞാൻ കാണിക്കുന്നതെന്നുള്ളൂ. ഓക്കെ, 6 പോയിൻറ്റ് SL-ഉം 30 പോയിൻറ്റ് ടാർഗറ്റും ഫുള്ള് സെറ്റാണ്. സോ എൻട്രി 148.8, അത് തന്നെയാണ് ഇവിടെ മാർക്ക് വെച്ച് 148.8. SL 6 പോയിൻറ്റ്, ടാർഗറ്റ് 30 പോയിൻറ്റ്. സോ അതിലധികം നടക്കുക, ഒന്നെങ്കിൽ 30 പോയിൻറ്റ്, അതല്ലാണ്ടെങ്കിൽ നമ്മളെ മറ്റേ നിഫ്റ്റിയിൽ സെറ്റ് ചെയ്ത ടാർഗറ്റ്. ചെറിയ രീതിയിലൊന്ന് പ്രോഫിറ്റിൽ വേണ്ടത്, ഇത്രയും നേരം ലോസിൽ തന്നെ ഒന്ന് കളിക്കുകയാണ് ഇനി. ഓക്കെ, സോ നിഫ്റ്റിയിൽ ടാർഗറ്റ് വെച്ച ഏരിയ പറഞ്ഞാൽ ഏകദേശം ഈ റേഞ്ചാണ്, 25,470 474 ആ റേഞ്ച്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 30 പോയിൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. 30 പോയിൻറ്റിന് മുന്നേ പോയി 20 25 എത്ര ഉള്ളതെന്ന് വെച്ചാൽ അതിൽ വെച്ച് മാനുവൽ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അതല്ല, ഇവിടെ എത്തുന്നതിൻ്റെ മുന്നേ 30 പോയിൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ 30 പോയിൻറ്റിൽ വെച്ച് എക്സിറ്റ് അടിക്കും. എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയിക്കോളും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നെന്തായാലും അടിക്കണം, എക്സിറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ SL അടിക്കണം. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇതിൽ പക്ഷേ എൻട്രി എടുത്ത ക്യാൻഡിലിൽ ചെറിയൊരു പ്രശ്നമായിട്ട് ഒരു കുറച്ച് സെക്കൻഡ്സ് അങ്ങോട്ട് മാറിപ്പോയതുകൊണ്ട് എൻട്രി കുറച്ച് മേലേക്കാണ് കിട്ടിയത്. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം. 5 മിനിറ്റിൽ ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ, നമുക്കിതിലും കൂടെ ഒന്ന് മറ്റേ സാധനം മാർക്ക് ചെയ്ത് വെക്കാം, പൊസിഷൻ്റെ ടൂള് മാർക്ക് ചെയ്ത് വെക്കാം. നിഫ്റ്റിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഇവിടെയാണ് എൻട്രി വന്നത്. ഇത് ടാപ്പ് ചെയ്ത് 19 ഇവിടെ അതിൻ്റെ തൊട്ട് മുന്നേ 10:18 എൻട്രി വന്നത്. ടാർഗറ്റ് ഈ ഒരു റേഞ്ചും. സോ ആ എൻട്രി എടുത്തപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി പോയതുകൊണ്ട്, ലേറ്റായി പോയെന്നല്ല, കുറച്ച് സെക്കൻഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് ആ ക്യാൻഡലിൻ്റെ ടോപ്പിലേക്കാണ് എനിക്ക് എൻട്രി കിട്ടിയത്. 10:18 ക്യാൻഡലിൻ്റെ ടോപ്പിലേക്കാണ് എൻട്രി കിട്ടിയത്. അത് കുറച്ചും കൂടെ താഴെയാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയേനെ. എന്തായാലും കുഴപ്പമില്ല, ഇതുവരെ SL അടിച്ചില്ല. നമുക്ക് നോക്കി നോക്കാം, SL അടിക്കുക, ടാർഗറ്റ് അടിക്കാനുള്ളതൊക്കെ. എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. SL ആണ് ഇതിപ്പോൾ പ്രീമിയം കുറച്ച് മേലേക്ക്, അല്ല സ്പോട്ട് കുറച്ച് മേലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ പ്രീമിയത്തിൽ ആ ഒരു മൂവ്മെൻ്റ് ഒന്നും കാണില്ല. ഇതിപ്പോൾ ചെറിയ പച്ചയും ചുവപ്പും മീൻസ് ഒരു ബ്രേക്ക് ഈവൻ റേഞ്ചിൽ തന്നെയാണ് നിന്ന് കളിക്കുന്നത്. പ്രീമിയം തീരെ അങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല. അതിനുള്ള പ്രശ്നം ഈ ഇതാണ്, ഞാൻ എൻട്രി എടുത്തപ്പം കുറച്ചൊന്ന് മേലേക്കായിപ്പോൾ എൻട്രി കിട്ടിയത്. കറക്റ്റ് ആ ക്യാൻഡിൽ തന്നെയാണ് എൻട്രി എടുത്തത്. പക്ഷേ ടാപ്പ് ചെയ്ത് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞാൽ നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ എൻട്രി വന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് പ്രശ്നമാവുക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഞാനിപ്പോൾ എടുക്കുന്ന സിസ്റ്റത്തിൽ 6 പോയിൻറ്റ് ആകെ SL വെക്കുന്നുള്ളൂ. അപ്പോൾ 6 പോയിൻറ്റ് SL വെച്ചാൽ അത്രയും ചെറിയ SL. അപ്പോൾ അത്രയും ചെറിയ SL വെച്ച് നമ്മൾ ട്രേഡ് എടുക്കുമ്പം ഓരോ പോയിൻറ്റും മേലേക്ക് കയറുന്നത് നമുക്ക് ഭയങ്കര ഇതാണ്. ഒരു 2-3 പോയിൻ്റ് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ SL അടിക്കാനുള്ള ചാൻസ് ചിലപ്പോൾ കൂടും. SL ടിപ്പിലൊക്കെ അടിച്ച് പോവുക അങ്ങനെയൊക്കെ വരാം. ഓക്കെ, എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം, ടാർഗറ്റാണോ SL ആണോ എന്താണെന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ ആ ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് ഇവിടെ കാണാം, 907.5 നമുക്ക് ലോസ് വന്നത്. ഓർഡറിൽ പോയാൽ 10:18 എടുത്ത് 10:26 എക്സിറ്റായി. ജസ്റ്റ് ഒരു 10 മിനിറ്റ് അയച്ചില്ല, ഒരു 8 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ള ട്രേഡ്. എന്തായാലും
മാർക്കറ്റ് അവിടെ തന്നെ കൺസേർവ് ഇപ്പോഴും എൻ്റെ ഒരു വ്യൂ ബുള്ളിഷ് തന്നെയാണ്. ആ ഒരു ലെവൽ എടുക്കാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. മേലെ പോയിട്ട് മേലെ നമ്മൾ മാർക്ക് വെച്ചാൽ 5 മിനിറ്റ് ലെവൽ. പക്ഷേ ഈ ക്യാൻഡിലാണ് പ്രശ്നം പറ്റിച്ചത്. ആ ക്യാൻഡിൽ നമ്മൾ എൻട്രി കുറച്ചൊന്ന് മേലേക്കായി പോയി. കുറച്ചും കൂടെ ഇടയിൽ ടിപ്പിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ SL അടിക്കൂല ഇനി. ഇപ്പോൾ സ്റ്റിൽ ട്രേഡ് റണ്ണിങ് ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് ശരിക്കൊന്നും പറയാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ താഴേക്ക് തന്നെ വരാനുള്ളതാണെങ്കിൽ ഇനി എവിടെ നിന്ന് എടുത്തിട്ടും കാര്യം SL അടിക്കും. അതല്ല ഇതിപ്പോൾ ടിപ്പിലടിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാൻഡിൽ കുറച്ചും കൂടെ താഴേക്കാണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞ കാര്യമില്ല. ട്രേഡിങ്ങിൽ ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ്. ഇനിയിപ്പോൾ ഒരു പുതിയ എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ലെവൽ ടാപ്പ് ചെയ്യണം. മേലെ വന്നിട്ട് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് 25,473.3 ഈ റേഞ്ച് ടാപ്പ് ചെയ്താൽ താഴേക്ക് ഒരു എൻട്രി നോക്കാം. പക്ഷേ അത് ഞാൻ ആ ടൈമിലുള്ള മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ എടുക്കുള്ളൂ. കാരണം മാർക്കറ്റ് ഓവറോൾ ചെറിയ ബുള്ളിഷ്നെസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ലെവൽ ടാപ്പ് ചെയ്താലും താഴേക്ക് നല്ല കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. അതല്ലാണ്ടെങ്കിൽ മേലേക്കുള്ള എൻട്രിക്ക് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുള്ളൂ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം, മേലെ വരുമോ, ആ ലെവൽ ടാപ്പ് ചെയ്യുമോ. അതല്ലാണ്ടെങ്കിൽ താഴെ പോയിട്ട് താഴെയുള്ള ഏതെങ്കിലും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമോ, അതിന് ചാൻസ് ഉണ്ടല്ലോ. എൻ്റെ ഇത് വ്യൂ മേലേക്കാണ്. മേലെ പോയി മേലുള്ള ലെവൽ ടാപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ എന്ന് വിചാരിച്ച് മേലേക്ക് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ താഴെ പോയിട്ട് താഴെയുള്ള ഏതെങ്കിലും ലെവലും ടാപ്പ് ചെയ്യാം. അപ്പോൾ എന്താവുകയാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ആയി. അതിനുശേഷം വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കാണാം. നമ്മൾ രാവിലെ എടുത്ത ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആ ട്രേഡ് പിന്നെ ടാർഗറ്റ് അടിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ, ഈ നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിൽ 10-18 ക്യാൻഡിലിൽ ആ എൻട്രി വന്നത് ഈ ടിപ്പിലേക്കാണ്. ആ ടിപ്പിൽ നിന്ന് എൻട്രി കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ SL കറക്റ്റ് ഒരു 6 പോയിൻ്റ് പറയുമ്പം കറക്റ്റ് 6 പോയിൻ്റ് വെച്ചാൽ ഇവിടേക്കായിരിക്കും വരിക. ഇവിടെ ആയിരിക്കും വരിക. ഈ ഒരു ടിപ്പിലാണ് 5.95 ഏകദേശം ഇതിൻ്റെ പാട്ട് ഒരു പൊടിക്ക് താഴെ അത്രയും ടിപ്പിലാണ് ആ SL അടിച്ചിട്ട് നമുക്ക് കയറിപ്പോയത്. അതിന് പകരം ഈ ഒരു ക്യാൻഡിൽ തന്നെ, ഈ ക്യാൻഡിലാണ് ആ ക്യാൻഡിൽ വെച്ചാൽ ഈ ക്യാൻഡിലിൻ്റെ ലോ ടാപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ എൻട്രി കൺസിഡർ ചെയ്തത്. ഈ ക്യാൻഡിൽ ലോ ടാപ്പ് ചെയ്ത് ഈ ഒരു ക്യാൻഡിലാണ് ഒറ്റ സ്റ്റെപ്പ് ബാക്കിലേക്ക് വിടാം. അവിടെ തന്നെയാണ് എൻട്രി എടുത്തതും. എൻ്റെ ടൈം ഞാൻ കാണിച്ചു തരാം. 10:18 എൻട്രി വന്നത്. 10:18:41 എൻട്രി വന്നത്. സോ 10:18 പറഞ്ഞാൽ ഈ ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ആ ക്യാൻഡിലാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിലും ആ ടിപ്പ് വരെ പോയത് 10:18 ക്യാൻഡിലാണ്. പക്ഷെ എൻട്രി വന്നത് ആ ക്യാൻഡിലിൻ്റെ ടോപ്പിലേക്ക് ആയിപ്പോയി. ആ ക്യാൻഡിലിൻ്റെ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് എൻട്രി വന്നത്. അതിന് പകരം കുറച്ചൊന്ന് താഴേക്കാണെങ്കിൽ, ആ ക്യാൻഡിൽ ഈ ഒരു ലെവലിലേക്കൊക്കെ ആണെങ്കിൽ SL അടിച്ചിട്ടും ഉണ്ടാവില്ല, ടാർഗറ്റ് 30 പോയിൻറ്റ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ മാനുവലി എക്സീഡ് അടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഇതിലടിച്ചോളും ടാർഗറ്റ് 30 പോയിൻറ്റ് അടിച്ചോളും ടാർഗറ്റ്. അതും പെർഫെക്റ്റ് ട്രേഡ്. ഈ എൻട്രി എടുത്ത് നേരെ ഇവിടെ തിരിഞ്ഞടിച്ചിട്ട് ടാർഗറ്റ് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് 30 പോയിൻറ്റ് പോയതിനു ശേഷം തിരിച്ചു വരുന്ന ട്രേഡ് ആകുമായിരുന്നു അത്. പക്ഷേ എന്തു പറയാൻ, സാധനം കുറച്ചൊന്ന് മേലേക്ക് ആയതുകൊണ്ട് നമ്മൾ ടിപ്പ് SL അടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പോയി. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും അതിനുശേഷം വേറെ ഒറ്റ ട്രേഡ് കൊടുത്തില്ല. ഇത്ര സമയത്ത് ഞാൻ രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവൽ ടാപ്പ് ചെയ്താൽ താഴേക്ക് എൻട്രി നോക്കാമെന്ന്. പക്ഷേ മാർക്കറ്റിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് താഴേക്കുള്ള എൻട്രിക്ക് ഞാൻ അത്ര പരിഗണന കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും എടുത്തില്ല. മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള മൂവ്മെൻ്റ് ഒന്നും വന്നിട്ടുമില്ല. ഒരു കൺസോൾട്ടേറ്റിംഗ് ആയിട്ടുള്ള റേഞ്ച് ബോണ്ട് ആയിട്ടുള്ള മാർക്കറ്റാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതിനുള്ളിൽ തന്നെ അങ്ങനെ തിരിഞ്ഞ് കളിക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ ബയർക്ക് പറ്റിയിട്ടുള്ള മാർക്കറ്റല്ല ശരിക്കും, ഇതൊരു സെല്ലർക്കൊക്കെ പറ്റിയിട്ടുള്ള മാർക്കറ്റാണ്. മേലും താഴെ സെല്ല് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കണം. പക്ഷേ ഇങ്ങനത്തെ മാർക്കറ്റിൽ പോലും നമുക്കൊരു ഇവിടുന്ന് ഒരു പെർഫെക്റ്റ് എൻട്രിയും പെർഫെക്റ്റ് ടാർഗറ്റും കിട്ടുമായിരുന്നു. ഒരു സെക്കൻഡ്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിട്ടുള്ള. അപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ SL ടിപ്പിലടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇമോഷൻസ് ഭയങ്കര ആക്ടിവേറ്റ് ആവും. SL ഇത്രയും ടിപ്പിലടിച്ച് പോയി അത്രയും കറക്റ്റായിട്ടുള്ള എൻട്രി ആണെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തോന്നിയമാരൊക്കെ എൻട്രി എടുക്കും. അങ്ങനെ എൻട്രി എടുക്കാതിരിക്കാനുള്ളതാണ് ഇതിലേറ്റവും നമ്മൾ പഠിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ സ്കില്ല്. അവിടുന്ന് ആ എൻട്രി ഇവിടെ SL അടിച്ചതിന് ശേഷം ഇവിടെ ടാർഗറ്റ് അടിച്ച് അതിന് ശേഷം ഇത്രയും സമയം മാർക്കറ്റിൽ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും സമയം മാർക്കറ്റിൽ നോക്കിയിരുന്നിട്ടും ഒറ്റ എൻട്രി പോലും കിട്ടാതെ, പ്രോപ്പറായിട്ടുള്ള സെറ്റ് പ്രകാരം എൻട്രി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു എൻട്രി എടുത്തില്ല. റൂൾ തെറ്റിച്ചിട്ടോ അല്ലെങ്കിൽ സിസ്റ്റം തെറ്റിച്ചിട്ടോ ട്രേഡ് പ്ലാനിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അങ്ങനെയുള്ള ഒറ്റ ട്രേഡ് പോലും ഞാൻ ഇന്ന് വേറെ എടുത്തില്ല. അതാണ് ട്രേഡിങ്ങിൽ നമുക്ക് മാസ്റ്റർ ചെയ്തെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്കില്ല്. അത് മാസ്റ്റർ ചെയ്തെടുത്താൽ പിന്നെ പ്രോഫിറ്റബിൾ പറഞ്ഞ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല.
ഓക്കെ, ബാക്കി സ്ട്രാറ്റജിയും ബാക്കി കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ്. ഇത് മാസ്റ്റർ ചെയ്തെടുക്കാൻ അത്ര പെട്ടെന്നൊന്നും കഴിയില്ല. നമുക്ക് കുറേ എക്സ്പീരിയൻസ് ആയി എല്ലാ മോഡലും മാർക്കറ്റും കണ്ട്, എല്ലാ മോഡലും വെച്ചാൽ ഇപ്പോൾ ഇതേപോലത്തെ എസ് അടിച്ച് ടാർഗറ്റിലേക്ക് പോകണത്, ടാർഗറ്റ് തൊട്ടടുത്ത് തിരിഞ്ഞ് വരുന്നത്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കണ്ട് ശീലമായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ മാർക്കറ്റ് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ റെഡി ആയാൽ മാത്രമേ ഉള്ളൂ ഈ സംഭവം നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഇങ്ങനെ ട്രേഡ് എടുത്തതിന് ശേഷം എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും റൂള് തെറ്റിക്കാതിരിക്കാൻ പറ്റുന്ന ആ ഒരു ഇമോഷൻ കൺട്രോൾ ലെവലിലേക്ക് നമുക്ക് വരാൻ കഴിയുള്ളൂ. ഓക്കെ, സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.